അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ദാഹിച്ചു വലഞ്ഞ് പരവശയായൊരു നായ ഒരു പ്രദേശത്തു കൂടി ഇങ്ങനെ അതിൻ്റെ നാക്ക് പുറത്തേക്കിട്ട് അതിൻ്റെ ദാഹത്തിൻ്റെ പാരവശ്യത്താൽ ഒരു കിണറിൻ്റെ വക്കത്ത് വന്ന് മണ്ണ് കപ്പുന്നത് കാണുകയും അത് അവശയായി ചത്തുപോകുമെന്ന് കാണുകയും ചെയ്ത ഒരു ദുർനടപ്പുകാരിയായ പെണ്ണ്. ദുർനടപ്പുകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ശരീരത്തെ സൂക്ഷിക്കാതെ ശരീരം മോശമായ അവസ്ഥയിൽ കൊണ്ടു നടന്ന വളരെ മോശപ്പെട്ട ഒരു പെണ്ണ് ഈ പ്രവണത കണ്ടു. നായ വല്ലാതെ ദാഹിച്ച് വലഞ്ഞ് അതിൻ്റെ നാക്ക് പുറത്തേക്ക് തള്ളി അതിൻ്റെ ദാഹം അതികഠിനമായി അത് ചത്തുപോകുന്ന ഒരവസ്ഥ കണ്ടപ്പോൾ അവൾ ദുർനടപ്പുകാരിയാണെങ്കിലും ഈ നായയോട് കൃപ തോന്നി, കാരുണ്യം തോന്നി. ആ നായയ്ക്ക് എങ്ങനെയെങ്കിലും വെള്ളം കൊടുക്കണമെന്ന് കരുതി പലതവണ അവൾ വെള്ളത്തിലേക്കും നായയിലേക്കും നോക്കി. അവസാനം അവളുടെ കാലിൽ ധരിച്ചിരുന്ന കാലുറ അഴിച്ചെടുക്കുകയും തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ഷാള് കീറിമുറിച്ച് അത് കയറുപോലെയാക്കുകയും ചെയ്ത് കിണറ്റിലേക്കിട്ട് ആ കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് ആ നായയ്ക്ക് കൊടുത്തു. അങ്ങനെ വളരെയധികം ദാഹമുണ്ടായിരുന്ന, ദാഹിച്ച് ചത്തുപോകാനടുത്ത നായ വളരെ ആർത്തിയോടെ ആ വെള്ളം വലിച്ചു കുടിക്കുകയും അത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും അത് നന്ദിയോടെ വാലാട്ടി അത് പോവുകയും ചെയ്തു. ഈ സംഭവം ഉണ്ടായതിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദാഹിച്ച് പരവശയായ നായയ്ക്ക് വെള്ളം കൊടുത്ത കാരണം കൊണ്ട് ഈ പെണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിൻ്റെ വഴി എളുപ്പമാവുകയും അവൾ നന്നാവുകയും അവൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം നൽകി അവർ സ്വർഗത്തിലെത്തുകയും ചെയ്തു എന്ന് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു. സ്വഹാബികൾ സംശയം ചോദിച്ചു, നബിയെ, നായയെയും പൂച്ചയെയും മറ്റുമൊക്കെ സ്നേഹിക്കൽ ഇസ്ലാമിൽപ്പെട്ടതാണോ? അതും അള്ളാഹു പ്രതിഫലം തരുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പച്ചക്കറികളുള്ള ഏത് ജീവിയെയും നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. അവകളുടെ ദാഹവും വിശപ്പും നമ്മൾ കാര്യമായിട്ടെടുക്കണം. ഇവിടെ പച്ചക്കറികളുള്ള ജീവി എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് ജീവനുള്ള ഏതൊരു ജീവജാലവും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അവകളോട് ബഹുമാനം കാണിക്കണം, അവകളുടെ ജീവനെ നമ്മൾ മാനിക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ ജീവജാലങ്ങളോട് കൃപ കാണിക്കലും കരുണ കാണിക്കലും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് മാത്രമല്ല, വഴിപിഴച്ച ഒരാൾ നന്നായി സ്വർഗത്തിലെത്താൻ കാരണമാകുന്ന വലിയൊരു അമലാണെന്നാണ് ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ചെറുജീവികൾക്ക്, ജീവജാലങ്ങൾക്ക്, പക്ഷികൾക്ക്, മൃഗാദികൾക്ക്, നമ്മൾ വീട്ടിൽ വളർത്തുന്ന ജീവികൾക്ക് പരിഗണന കൊടുക്കുകയും അവർക്ക് ആഹാരം കൊടുക്കുകയും അവകളെ മോശമായ രൂപത്തിൽ കണ്ടാൽ അവകളെ പരിചരിക്കുകയും ചെയ്യേണ്ടത് ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മഹാനായ ഷെയ്ഖ് ഖലീഫ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം പറയുന്നിടത്ത് മഹാനവകൾ ശരീരം മുഴുവനും വ്രണപ്പെട്ട് അഴുകി തുടങ്ങിയ ഒരു നായയെ പരിചരിച്ച കഥ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും. അതായത് നായയെ തൊടുന്നത് പോലും ഇസ്ലാമിൽ പ്രമുഖ മദ്ഹബുകളിൽ അത് പാടില്ലാത്തതും എത്രയോ തവണ നമ്മൾ കഴുകേണ്ടതും മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ട് കഴുകേണ്ടതുമൊക്കെയാണ്. 7 തവണ കഴുകിയാൽ മാത്രമേ അത് വൃത്തിയാവുകയുള്ളൂ, ശുദ്ധിയാവുകയുള്ളൂ. അത്ര കണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എന്നിരുന്നിട്ട് പോലും മഹാനായ ഷെയ്ഖ് ഖലീഫ റളിയല്ലാഹു തആല അൻഹു ആ നായയെ വളരെയധികം പരിചരിക്കുകയും അതിൻ്റെ മുറിവുകൾ വെച്ച് കെട്ടിക്കൊടുക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ കാണാം. ഇത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചതാണ്, ഇസ്ലാമിൻ്റെ അധ്യാപനമാണ്. ഇങ്ങനെ ജീവജാലങ്ങളോട് കൃപ കാണിക്കലും കാരുണ്യം കാണിക്കലും അവകളെ പരിചരിക്കലും ഒക്കെ മുസ്ലിമീങ്ങളുടെ ലക്ഷണമാകണം, ഒരു മുസൽമാൻ്റെ ഡ്യൂട്ടിയാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ സഹജീവികളോട് സ്നേഹം പുലർത്തുന്ന സത്യവിശ്വാസികൾ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.